ആദിമസഭ എങ്ങനെയായിരുന്നു? ആദിമസഭ വളരുന്ന സഭയായിരുന്നു. വചനത്തെ അവർ വിശ്വസിച്ചിരുന്നു. വചനം ദേശത്ത് പരന്നിരുന്നു. 2, പ്രതികൂലം സഹിച്ച സഭയായിരുന്നു ആദിമസഭ. പ്രതികൂലങ്ങളിൽ പ്രശോഭിച്ച സഭ. സ്തോത്രം. 3, പ്രാർത്ഥിക്കുന്നവരുടെ ഒരു കൂട്ടമായിരുന്നു ആദിമസഭ. പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. പ്രതികൂലങ്ങളിൽ തകർന്നുപോയ സഭയല്ല, പ്രതികൂലങ്ങളിൽ പ്രശോഭിച്ച സഭയായിരുന്നു ആദിമസഭ. ഐക്യതയുള്ള സഭയായിരുന്നു. ദിനം പ്രതി കൂടി വരുന്ന സഭയായിരുന്നു. ഹൃദയപരമാർത്ഥികൾ ഉള്ള സഭയായിരുന്നു. ദൈവത്തെ സ്തുതിക്കുന്നവർ ഉള്ള സഭയായിരുന്നു. ആത്മനിറവുള്ള സഭയായിരുന്നു. ഇത് ആദിമ സഭയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ സഭകളിൽ ഇത് വെളിപ്പെട്ടു വന്നാൽ സഭയുടെ തലം മാറും, അതിരുകൾ വിശാലപ്പെടും. സഭയ്ക്കകത്ത് ഭാരതത്തെ കുലുക്കാൻ കഴിയുന്ന, ലോകരാജ്യങ്ങളെ ചലിപ്പിക്കാൻ കഴിയുന്ന ഉണർവിന്റെ വക്താക്കൾ സഭയ്ക്കകത്തു നിന്നും എഴുന്നേൽക്കും. പ്രാർത്ഥിക്കുന്നവരിലൂടെ ദൈവം തന്റെ ഉണർവിനെ അയക്കും.